Hello, welcome back to Learning Now. KTU BTech 2024 scheme. S3 student, അതായത് B and C ഗ്രൂപ്പിന്റെ മാത്സിന്റെ സിലബസ് ആണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ദാറ്റ് ഈസ് മാത്തമാറ്റിക്സ് ഫോർ ഇലക്ട്രിക്കൽ സയൻസ് ആൻഡ് ഫിസിക്കൽ സയൻസ് 3. നിങ്ങൾ S1 മാത്സ് പഠിച്ചു, S2 മാത്സ് പഠിച്ചു, ഇത് S3 വരുന്നതാണ്. അപ്പോൾ ഇതിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ S1 S2 പഠിച്ചതുപോലെ തന്നെയാണ് ഇവിടെ നമുക്ക് CA മാർക്ക് വരുന്നത്, കണ്ടിന്യൂസ് ഇവാലുവേഷന് മാർക്ക് വരുന്നത് 40 മാർക്സിലാണ് വരുന്നത്. പിന്നെ നിങ്ങൾക്ക് എൻഡ് സെമിസ്റ്റർ എക്സാം വരുന്നത് 60 മാർക്സിലാണ് വരുന്നത്. 60 + 40 മാർക്കിലായിരിക്കും നിങ്ങൾക്ക് ഫൈനൽ ആയിട്ടുള്ള നിങ്ങളുടെ മാർക്ക് വരുന്നത്. അപ്പൊ ഇതിലൊരു പ്രീ റിക്വസ്റ്റ് ആയിട്ട് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ബേസിക് നോളേജ് ഇൻ കോംപ്ലക്സ് നമ്പേഴ്സ്. ബേസിക് നോളേജ് ഇൻ കോംപ്ലക്സ് നമ്പേഴ്സ്, അതായത് നമ്മൾ കോംപ്ലക്സ് നമ്പേഴ്സ് ഓൾറെഡി നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. അപ്പൊ അതിന്റെ കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടോപ്പിക്സ് ആയിരിക്കും നമുക്ക് ഈ ഒരു മാത്സിൽ വരിക. അപ്പൊ അത് നിങ്ങൾക്ക് ഒന്ന് ആവാനുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈമിൽ നിങ്ങൾ അതൊക്കെ ഒന്ന് സെറ്റ് ആക്കി വെച്ച് കഴിഞ്ഞാൽ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. അപ്പൊ നമുക്ക് നോക്കാം ഏതൊക്കെയാ മോഡ്യൂൾസ് എന്നുള്ളത്. ഓക്കെ, സോ 4 മോഡ്യൂൾസ് തന്നെയാണ് വരുന്നത്. നേരത്തെയുള്ള സെമിസ്റ്റർ പോലെ തന്നെയാണ് നമുക്ക് 4 മോഡ്യൂൾസ് ഉണ്ട്. ഓരോ മോഡ്യൂൾസിന്റെയും താഴെ നിങ്ങൾ ഏത് ടെക്സ്റ്റ് ബുക്ക് ആണ് യൂസ് ചെയ്യുന്നത്, അതിലെ റെലവെന്റ് ടോപ്പിക്സ് കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് തന്നെ ആ ടെക്സ്റ്റ് ബുക്ക് ഫോളോ ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഈസി ആയിരിക്കും. So first module എന്ന് പറയുന്നത് Fourier integral from Fourier series to Fourier integral, Fourier cosine and sine integrals, Fourier cosine and sine transform, linearity, transform of derivatives, Fourier transform and its inverse, linearity, transform of derivatives. അപ്പോൾ Fourier integral Fourier transform കാര്യങ്ങളൊക്കെയാണ് ഫസ്റ്റ് മോഡ്യൂളിൽ. അപ്പൊ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇലക്ട്രിക്കൽ സയൻസുകാരെയൊക്കെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഈ ഒരു മാത്സ് എന്ന് പറയുന്നത് ജസ്റ്റ് ഈ ഒരു S3ക്ക് വേണ്ടി മാത്രം പഠിക്കാനുള്ളതല്ല. ഇതിന് ശേഷമുള്ള നിങ്ങൾക്ക് സിഗ്നൽ സിസ്റ്റം, കൺട്രോൾ സിസ്റ്റം, അതേപോലെ തന്നെ ഡിജിറ്റൽ സിഗ്നൽ പ്രോസസ്സിംഗ് തുടങ്ങിയിട്ടുള്ള സബ്ജക്ട്സിന്റെ ഒക്കെ ഒരു ബേസ് ആണ് ഇവിടെ നിങ്ങൾ ഉറപ്പുവരുത്തേണ്ടത്. ഈ ഫോറിയർ ഇന്റഗ്രലും ഫോറിയർ ട്രാൻസ്ഫോം ഒന്നും അറിയില്ല എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ അതേപോലെ ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ് തിയറി പോലെയുള്ള സബ്ജക്ട്സ് ഒക്കെ നിങ്ങൾക്ക് പഠിക്കണം എന്നുണ്ടെങ്കിൽ ഇത് തറവായിട്ട് അറിഞ്ഞിരിക്കണം. എല്ലാത്തിലും ഇതിന്റെ ഒരു ആപ്ലിക്കേഷൻ വരുന്നുണ്ട്. അപ്പൊ ജസ്റ്റ് ഈ മാത്സ് S3ക്ക് പഠിക്കാൻ വേണ്ടി മാത്രമല്ല നിങ്ങൾ അതൊക്കെ പഠിക്കേണ്ടത്. ഓക്കെ, സെക്കൻഡ് മോഡ്യൂളിൽ കോംപ്ലക്സ് ഫംഗ്ഷൻ, ലിമിറ്റ്, കണ്ടിന്യൂറ്റി, ഡെറിവേറ്റീവ്, അനലിറ്റിക് ഫംഗ്ഷൻ, കോഷി-റീമാൻ CR ഇക്വേഷൻ എന്നാണ് അത് പറയാം. അത് ലാപ്ലേസ് ഇക്വേഷൻ, ഹാർമോണിക് ഫംഗ്ഷൻ, ഹാർമോണിക് കോൺജുഗേറ്റ്, കൺഫോർമൽ മാപ്പിംഗ്, ഇതൊക്കെയാണ് സെക്കൻഡ് മോഡ്യൂൾ വരുന്നത്. ആൻഡ് തേർഡ് മോഡ്യൂൾ കോംപ്ലക്സ് ഇന്റഗ്രേഷൻ ആണ്. അപ്പോൾ കോംപ്ലക്സ് ഫംഗ്ഷൻ സെക്കൻഡ് മോഡ്യൂളിൽ പഠിച്ച് കോംപ്ലക്സ് ഇന്റഗ്രേഷൻ ആണ് അടുത്ത മോഡ്യൂളിൽ പഠിക്കുന്നത്. ലൈൻ ഇന്റഗ്രൽ ഇൻ കോംപ്ലക്സ് പ്ലെയിൻ, ഫസ്റ്റ് ഇവാലുവേഷൻ മെത്തേഡ്, സെക്കൻഡ് ഇവാലുവേഷൻ മെത്തേഡ്, ദെൻ കോഷി ഇന്റഗ്രൽ തിയറം, അതിന്റെ ദെൻ അതിലെ ഇൻഡിപെൻഡൻസ് ഓഫ് പാത്ത്, കോഷി ഇന്റഗ്രൽ ഫോർമുല വിത്തൗട്ട് പ്രൂഫ് എന്നൊക്കെ പറഞ്ഞിട്ട് സെക്കൻഡ് മോഡ്യൂൾ. തേർഡ് മോഡ്യൂൾ. ദെൻ ഫോർത്ത് മോഡ്യൂളിൽ ടെയ്ലർ സീരീസ്, മെക്ലൗറിൻ സീരീസ്, ലോറൻസ് സീരീസ് പഠിക്കാണ്ട് അതിന്റെ സിംഗുലാരിറ്റി ആൻഡ് സീറോസ്, ഐസൊലേറ്റഡ് സിംഗുലാരിറ്റി, പോൾസ്, എസെൻഷ്യൽ സിംഗുലാരിറ്റി, ദെൻ റിമൂവബിൾ സിംഗുലാരിറ്റി, സീറോസ് ഓഫ് അനലിറ്റിക് ഫംഗ്ഷൻ, പോൾസ് ആൻഡ് സീറോസ്, റെസിഡ്യൂ തിയറം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഫോർത്ത് മോഡ്യൂൾ. അപ്പൊ ഇത് എല്ലാ മോഡ്യൂളും ഈ പറഞ്ഞതുപോലെ നമുക്ക് ഇത് ജസ്റ്റ് ഒരു S3 മാത്സ് എന്ന് പറഞ്ഞ് മാറ്റി വെക്കേണ്ട ഒരു സബ്ജക്റ്റ് അല്ല. ഇതിന് ശേഷം നിങ്ങൾ പഠിക്കുന്ന നിങ്ങളുടെ കോർ സബ്ജക്റ്റുകളിൽ വീണ്ടും വീണ്ടും നമ്മൾ കാണുന്ന ടേംസ് ആണ്, അല്ലെങ്കിൽ ഇതിന്റെ ആപ്ലിക്കേഷൻ ആയിരിക്കും നമുക്ക് അവിടെയൊക്കെ വരുന്നത്, അല്ലെങ്കിൽ ആ സബ്ജക്ട്സ് പഠിക്കാൻ നിങ്ങൾക്ക് ഇതിന്റെ ആവശ്യം വരും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ആ ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് വേണം നിങ്ങൾ ഈ മാത്സ് പഠിക്കാൻ. അപ്പൊ ഇതിൽ റെലവെന്റ് ടോപ്പിക്സ് ഫ്രം സെക്ഷൻസ് എന്ന് പറഞ്ഞിട്ട് ഓരോ മോഡ്യൂളിലും താഴെ കൊടുത്തിട്ടുണ്ട്. ഞാൻ ആ ടെക്സ്റ്റ് ബുക്കും കൂടെ ഏതൊക്കെയാണെന്നുള്ളത് പറയാം. അപ്പൊ അതിൽ കൃത്യമായിട്ട് നിങ്ങൾ ഫോളോ ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഈസി ആവും. ഓക്കെ, സോ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇന്റേണൽ 40 മാർക്ക്, എക്സ്റ്റേണൽ എക്സാം 60 മാർക്ക്, അറ്റൻഡൻസിന് 5 മാർക്കാണ്, അസൈൻമെന്റ് പ്രൊജക്ടിന് 15 മാർക്ക്, ഇന്റേണൽ എക്സാമിനേഷൻ ഫസ്റ്റ് റിട്ടേൺ എക്സാമിനേഷൻ 10 മാർക്ക്, സെക്കൻഡ് ഇന്റേണലിന് 10 മാർക്ക്, ബാക്കിയുള്ള മാർക്കും ആയിട്ടാണ് നമുക്ക് ഫൈനൽ എക്സാമിനും വരുന്നത്. ഓക്കെ, അപ്പൊ ആ മാർക്കിംഗ് പാറ്റേൺ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. ദെൻ നമ്മൾ ടെക്സ്റ്റ് ബുക്സ്, അപ്പൊ അഡ്വാൻസ്ഡ് എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ് എന്ന് പറയുന്ന ഒരു ജോൺ വില്യൻ സൺസ് പബ്ലിഷറുടെ അവരുടെ ഒരു ബുക്കാണ് വരുന്നത്. അപ്പോ അത് ആണ് ആ ടെക്സ്റ്റ് ബുക്കിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ആ സിലബസിൽ ഓരോ മോഡ്യൂൾസിലും സെക്ഷൻ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുള്ളത്. ബാക്കി നിങ്ങൾക്ക് റെഫറൻസിന് വേണ്ടി കോംപ്ലക്സ് അനാലിസിസ് ഉണ്ട്, ജോൺസൺ ബാട്ട്ലെറ്റിന്റെ, ഹയർ എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ് മെഗ്രോ-ഹിൽ എഡ്യൂക്കേഷന്റെ, ഹയർ എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ് ബൈ കണ്ണ പബ്ലിഷേഴ്സ്, പിന്നെ സ്പ്രിംഗറിന്റെ ഫാസ്റ്റ് ഫോറിയർ ട്രാൻസ്ഫോം അൽഗോറിതംസ് ആൻഡ് ആപ്ലിക്കേഷൻസ് പറഞ്ഞ ബുക്ക്. ഇതൊക്കെ റെഫറൻസിന് വേണ്ടി നിങ്ങൾക്ക് എക്സ്ട്രാ യൂസ് ചെയ്യാം എന്നുള്ളതാണ്. മെയിൻ ടെക്സ്റ്റ് ബുക്ക് കൃത്യമായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ പോർഷൻസും കിട്ടും. ഓക്കെ, സോ മാത്സിൽ നമുക്ക് ഇത്രയാണ് പഠിക്കാനുള്ളത്. ബാക്കി നമുക്ക് ഇനി ഓരോരോ സബ്ജക്ട്സ് നെക്സ്റ്റ് വീഡിയോയിൽ ചെയ്യാം. താങ്ക് യു.